വേഗം സൂപ്പർ സ്പീഡോ, ഇത്തവണ അവർക്കൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ. ഫോർമുല നമ്പർ 63. യെസ് ഡൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 63. ഗോൾ! കീക്കോയും അവന്റെ ടീമും ആദ്യമായിട്ട് ഒരു സൂപ്പർ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇതാ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഗുഡ് മോർണിംഗ് അങ്കിൾ. അയ്യോ, ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് എന്തിനാ ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇന്ന് നമ്മൾ സൺസിറ്റിയിൽ നടക്കാൻ പോകുന്ന കാർ സോക്കർ ടൂർണമെന്റിന്റെ പ്രാക്ടീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ ടൂർണമെന്റിൽ ജയിക്കുകയാണെങ്കിൽ ഒരു വലിയ ട്രോഫി പ്രൈസ് ആയിട്ട് കിട്ടും. മാത്രമല്ല പ്രൈസ് മണിയും കിട്ടും. ആ കാശ് വെച്ച് നമുക്ക് സൺസിറ്റിയിൽ ഒരു പുതിയ സ്കൂൾ ഓപ്പൺ ചെയ്യാം. വാവ്, ഇതുപോലുള്ള കാര്യങ്ങൾ രണ്ട് വാക്കിൽ പറയണമെങ്കിൽ അടിപൊളിയായ കാര്യം. കലക്കി. കാർ സോക്കർ ടൂർണമെന്റോ? അല്ല, എന്ന് വെച്ചാൽ എന്താ? കാർ സോക്കർ ടൂർണമെന്റിൽ ജനങ്ങൾ തന്റെ വണ്ടിയിൽ ഇരുന്നോണ്ട് തന്നെ സോക്കർ കളിക്കും. അതായത് കാറിന്റെ ഫുട്ബോൾ എന്ന് വെച്ചാൽ അത് വളരെ ജോളിയായിരിക്കും അല്ലേ? അതായത് ഫുട്ബോളിന് മനുഷ്യരല്ല, പക്ഷേ വണ്ടികളാണ് കിക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെയുള്ള ഗോൾ പോസ്റ്റിൽ അവർ ഗോൾ അടിക്കാൻ ശ്രമിക്കും. കറക്റ്റ്. അതുകൊണ്ട് ഈ ടൂർണമെന്റ് നോർമൽ ഫുട്ബോൾ കൊണ്ടല്ല കളിക്കുന്നത്. ദേ അവിടെ ഇരിക്കുന്ന ആ വലിയ ഫുട്ബോൾ കൊണ്ടാണ് കളിക്കുന്നത്. എന്റെ ദൈവമേ, എന്തു വലിയ ഫുട്ബോളാ ഇവിടെ ഇരിക്കുന്നത്. ഞാനൊരല്പം കഴിച്ചോട്ടെ. പക്ഷേ കീക്കോ, ഞാൻ എന്റെ ഫുൾ പവർ യൂസ് ചെയ്ത് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുട്ബോൾ സ്റ്റേഡിയം തകർത്ത് പുറത്തേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, അതുകൊണ്ടാണ് നമ്മൾ എല്ലാരും ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മളിപ്പോ നിന്റെ കിക്സിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പ്രാക്ടീസ് ചെയ്യുന്നത്. ട്വിങ്കിൾ, ഈ വിസിലും സ്പീഡ് ഗണ്ണും ഇത് വെച്ച് സൂപ്പർ സ്പീഡോയുടെ കിക്കിന്റെ സ്പീഡ് മെഷർ ചെയ്യേ. സൂപ്പർ സ്പീഡോ, ദേ അവിടെയുള്ള മലയിൽ ഈ ബോളൊന്ന് കിക്ക് ചെയ്യേ. ഓക്കെ ട്വിങ്കിൾ, ഇപ്പോൾ തന്നെ ചെയ്യാം. ഇല്ല സൂപ്പർ സ്പീഡോ, ബോളിന്റെ സ്പീഡ് ഒരുപാട് കൂടുതലാണ്. പവർ അല്പം കുറച്ച് കിക്ക് ചെയ്യേ. ഇതെങ്ങനെ ചെയ്യണമെന്ന് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ കോൺസെൻട്രേറ്റ്. ഈ കാര്യം ഞാൻ രണ്ടു വാക്കിൽ പറയണമെങ്കിൽ നോൺ സ്റ്റോപ്പ് ഈറ്റിംഗ്. സൂപ്പർ സ്പീഡോ, നിനക്ക് ഭയങ്കര പവർ ഉണ്ട്. അതുകൊണ്ട് നിന്റെ എല്ലാ കിക്സും വളരെ പവർഫുള്ളാ. നീ നിന്റെ പവർ ഒരു അല്പം കൺട്രോൾ ചെയ്തിട്ട് കിക്ക് ചെയ്യേ. ഓക്കെ? വെരി ഗുഡ് സൂപ്പർ സ്പീഡോ. ഇപ്രാവശ്യം പവർ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. ആ മൗണ്ടെയിൻ ഒട്ടും ഷേക്കായില്ല. സബാഷ് സൂപ്പർ സ്പീഡോ. ഇനി നിന്റെ പവർ ഒരു ഇത്തിരി കൂടി കുറച്ചിട്ട് ദാ ചെവിന്റെ നടുക്കൊരു റൗണ്ട് ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അവിടോട്ട് ഫുട്ബോൾ കിക്ക് ചെയ്യേ. വെരി ഗുഡ് സൂപ്പർ സ്പീഡോ. രണ്ട് വാക്കിൽ ഈ പവറിനെ കുറിച്ച് പറയണമെങ്കിൽ കൺട്രോൾഡ് പവർ. സൂപ്പർ സ്പീഡോയുടെ അക്യൂറിയസ് പവർ കാണുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മാച്ചിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല മേയർ അങ്കിൾ, ഫുട്ബോൾ ഒരു ടീം ഗെയിമാണ്. നമ്മളൊരു ടീമായിട്ട് ചേർന്ന് വേണം ഫുട്ബോൾ കളിക്കാൻ. നീ പറഞ്ഞ ശരിയാക്കിക്കോ. ഫുട്ബോളിൽ എല്ലാ പ്ലേയേഴ്സിന്റെയും നടുക്ക് ഒരു കോർഡിനേഷൻ ഉണ്ടാകണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ് മോളെ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാമെന്നേ. സൺസിറ്റിയിൽ നടക്കുന്ന ഈ കാർ സോക്കർ ടൂർണമെന്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ മാച്ചിൽ ഏത് ടീമാണോ ജയിക്കുന്നത് അവർക്ക് വിന്നിംഗ് ട്രോഫി മാത്രമല്ല ഒരു വലിയ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതാണ്. എന്റെ ദൈവമേ, ഒരുപാട് കാശ് പ്രൈസ് ആയിട്ട് കിട്ടുന്നാണല്ലോ പറഞ്ഞത്. ഞാൻ നിങ്ങൾ കഴിക്കട്ടെ. ഒരു ഭാഗത്ത് കീക്കോയുടെ ടീം, അതിന്റെ ക്യാപ്റ്റൻ കീക്കോ.
അവരുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് ബ്ലാക്ക് ജീപ്പിൽ മേയർ, ഡിറ്റക്റ്റീവ് ചട്പട്ട് അദ്ദേഹത്തിന്റെ ജൂനിയർ, ബ്ലൂ റേസിംഗ് കാറില്, അതുപോലെ ടെമ്പോ അണ്ണൻ തന്റെ സോക്കർ ടാലന്റ് കാണിക്കുവാനായി ആന്റിക് കാറാണ് അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഗ്രോബ്രേറ്റിന്റെ ടീം അവർ വളരെ വ്യത്യസ്തമായ ഒരു ബുൾഡോസറും കൊണ്ടാണ് കളിക്കാൻ വന്നിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ കുട്ടികളെ, ഈ ഗെയിം നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ ചെന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്ക്. റോബ്രേറ്റിന്റെ ടീമിൽ ആന്റോണിയോ ഒരു തീ തുപ്പുന്ന വാൻ വെച്ചാണ് കളിക്കാൻ പോകുന്നത്. നിങ്ങൾ തന്നെ നോക്കൂ. പിന്നെ അവരുടെ കൂടെ ലോറൻസോ അതിവേഗത്തിൽ കാറ്റ് പമ്പ് ചെയ്യുന്ന SUV വണ്ടി വെച്ചാണ് കളിക്കാൻ വന്നിരിക്കുന്നത്. പിന്നെ ഗ്രൗണ്ടിൽ ഒരു നോർമലായ ട്രോളിയിൽ നിൽപ്പുണ്ട് ആൻഡ്രിയ. ഇവരുടെ ഈ വ്യത്യസ്തമായ വണ്ടികളൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരുടെ കൂടെ ചേർന്ന് കളിക്കാൻ പോകുന്നത്? മേയർ അങ്കിൾ, തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങി കളിക്കണം, ജയിച്ചു കാണിക്കണം. എനിക്ക് നിന്റെ കോൺഫിഡൻസ് ഇഷ്ടമായി കിക്കോ. പക്ഷെ ഇത് നോക്ക്, വിജയിക്കാൻ കോൺഫിഡൻസിനോടൊപ്പം ചേർത്ത് ടാലന്റും വളരെ ആവശ്യമാണ്. പക്ഷേ ആ ടാലന്റ് നിനക്കുമില്ല, നിന്റെ ടീമിനുമില്ല. ഈ മാച്ചിൽ എന്റെ ടീം തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. എനിക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ് മണി വെച്ച് ഈ സൺസിറ്റിയിൽ ഞാൻ സ്കൂൾ അല്ല, ഫാക്ടറി ഓപ്പൺ ചെയ്യും. എക്സ്ക്യൂസ് മീ റോപ്രേറ്റോ, നിങ്ങളിപ്പോ ചെയ്യുന്ന കാര്യത്തിന് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡീമോട്ടിവേറ്റ്. മറ്റുള്ളവരെ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. ജയവും തോൽവിയും മാച്ച് തുടങ്ങുന്നതിന് മുമ്പല്ല, മാച്ചിന്റെ അവസാനം മനസ്സിലാവും. Wrong for you, but right for me. റോബർട്ടോ ചീറ്റ് ചെയ്തിട്ട് എല്ലാവരും ബീറ്റ് ചെയ്യും. നീ തോൽക്കാൻ ഗുഡ് ലക്ക് കിക്കോ. ഇവനെന്താ ഭ്രാന്ത് വല്ലതും പിടിച്ചോ? തോൽക്കാൻ ആരെങ്കിലും ഗുഡ് ലക്ക് പറയാറുണ്ടോ? സൂപ്പർ സ്പീഡോ, ഇപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഈ മാച്ചിൽ ജയിച്ചേ പറ്റൂ. കാരണം സൺസിറ്റിയിൽ ഒരു പുതിയ സ്കൂൾ വളരെ അത്യാവശ്യമാണ്. Don't worry bro. കീക്കോയും സൂപ്പർ സ്പീഡോ ഉള്ളതുവരെ റോങ്ങിന് ഒരിക്കലും റൈറ്റിന് ജയിക്കാനാവില്ല. ആ വണ്ടികളെല്ലാം കാണുമ്പോൾ വളരെ അപകടം പിടിച്ചതായി തോന്നുന്നു. ഞങ്ങൾ ഈ ഗെയിമിൽ തോൽക്കാതെ രക്ഷിക്കൂ. ഡോണ്ട് വറി മേയർ അങ്കിൾ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്യ്. അയ്യോ ഷെടാ, എന്താ ഇത്? കണ്ണടിച്ച് തുറക്കുന്നതിന് മുമ്പ് അവരൊരു ഗോൾ അടിച്ചല്ലോ. റെഫറി അങ്കിൾ, ഇത് ചീറ്റിംഗ് ആണ്. ആ കാർ വിൻഡ് ബ്ലോയിങ് ബാർ യൂസ് ചെയ്താണ് ഗോൾ അടിച്ചത്. ഇത് ഫൗളാ. ഇറ്റ്സ് എ ഫൗൾ. ഓ, കീക്കോയുടെ ടീം കണ്ണടിച്ച് തുറക്കുന്നതിന് മുൻപ് തന്നെ റോബ്രറ്റിന്റെ ടീം അവരുടെ ആദ്യത്തെ ഗോൾ അടിച്ചിരിക്കുന്നു. റോബ്രറ്റോ ചീറ്റിംഗ് ചെയ്ത് എല്ലാവരും ബീറ്റ് ചെയ്യും. കീക്കോ, ഇതെല്ലാം ചീറ്റിംഗ് ആണ്. നീ പറഞ്ഞാൽ ഞാൻ എന്റെ സൂപ്പർ പവർ യൂസ് ചെയ്യട്ടെ? വേണ്ട സൂപ്പർ സ്പീഡോ, നമ്മൾ സൂപ്പർ പവേഴ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം അത് വലിയ തെറ്റാ. ഇപ്പൊ നോക്കിക്കോ എന്റെ ബനാന കേക്ക്. റോബ്രട്ടോ തന്റെ ബുൾഡോസറിന്റെ 3 കൈകളും യൂസ് ചെയ്ത് ഇതാ വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇവരൊക്കെ കളിക്കുന്നത് ഫുട്ബോൾ ആണോ അതോ WWF ആണോ? രക്ഷിക്കണേ. റെഫറി അങ്കിൾ, ഫുട്ബോളിൽ ഇങ്ങനെ പഞ്ച് ചെയ്യുന്നത് വലിയ തെറ്റാ. കീക്കോ, ഇവിടെ റെഫറി നീയല്ല, ഞാനാണ്. എന്റെ ഡിസിഷൻ മാത്രമാണ് ഇവിടെ കൗണ്ട് ആവുന്നത്. ഇവിടെ ഇപ്പൊ നടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ മെഗാ ചീറ്റിംഗ്. ഞാനൊരു സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. ബോൾ സ്ട്രൈറ്റ് ആയിട്ട് ഗോൾ പോസ്റ്റിൽ ചെന്ന് വീഴും. പിന്നെ ആ ട്രെയിലർ ബോൾ എങ്ങനെയാണ് തടഞ്ഞു നിർത്തുന്നതെന്ന് നോക്കാം.
ഇതെന്താ? ബോൾ കത്തിച്ചു കളഞ്ഞോ? നീ വളരെ വലിയ തെറ്റാ ചെയ്തത് റോബ്രറ്റോ. റോങ് ഫോർ യു ബട്ട് റൈറ്റ് ഫോർ മീ. റോബ്രട്ടോ ചീറ്റ് ചെയ്തിട്ട് എല്ലാവരെയും ബീറ്റ് ചെയ്യും. ഓഹോ, ഗെയിം നടക്കുമ്പോൾ ബോൾ കത്തിക്കരിഞ്ഞു പോയതുകൊണ്ട് പുതിയ ബോൾ ഇപ്പോൾ ഗ്രൗണ്ടിലെത്തും. ഇവന്മാര് ഭയങ്കര ചീറ്റിംഗ് ആണ് ചെയ്യുന്നത്. വേറെ വഴിയില്ല, ഞാൻ ഇറങ്ങി ഗോൾ അടിച്ചേ പറ്റൂന്നാ തോന്നുന്നത്. ചട്പട്ട് പിന്നെ ടെമ്പോ അണ്ണാ, നിങ്ങൾ രണ്ടുപേരും എന്നെ സൈഡിൽ നിന്ന് കവർ ചെയ്യോ. ശ്രദ്ധിക്കണം, ഞാൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗോൾ അടിക്കുന്നു നോക്കൂ. വെരി നൈസ് മേയർ അങ്കിൾ. എനിക്ക് പാസ് ചെയ്യേ, ബോൾ ഇങ്ങോട്ട് പാസ് ചെയ്യേ. ഇല്ല, ഇപ്രാവശ്യം ഞാൻ തനിച്ച് ഗോൾ അടിക്കാൻ പോവുകയാണ്. സബാഷ്, മേയർ ഗോൾ അടിച്ചത് ശരി. പക്ഷെ ഓപ്പോസിറ്റ് ടീമിന്റെ ഗോൾ പോസ്റ്റിലല്ല, സ്വന്തം ഗോൾ പോസ്റ്റിലാണ് അടിച്ചിരിക്കുന്നത്. മമ്മി, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? മേയർ അങ്കിൾ, ഇത് ടീം ഗെയിമാ. നമ്മൾ ഒറ്റ ടീമായിട്ട് വേണം കളിക്കാൻ. സോറി കിക്കോ, പെട്ടെന്ന് ഞാനൊരൽപ്പം എക്സൈറ്റ് ആയി പോയി. മേരങ്കിൾ, എക്സൈറ്റ് ആവാതെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതാണ് നല്ലത്. നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഇപ്രാവശ്യം നമ്മളെല്ലാവരും തമ്മിൽ പാസ് ചെയ്താ കളിക്കാൻ പോകുന്നേ. ഓപ്പോസിറ്റ് ടീം മെമ്പർ നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴെങ്കിലും വന്നാൽ അപ്പൊ പെട്ടെന്ന് ബോൾ മറ്റൊരാൾക്ക് പാസ് ചെയ്യേ. കീക്കോയുടെ ടീം ഗോൾ സ്കോർ ചെയ്യാനായി പരമാവധി ശ്രമിച്ചു. പക്ഷേ റോബ്രറ്റോയുടെ ഇന്റലിജൻസിന് മുൻപിൽ അവരുടെ ശ്രമം സഫലമായില്ല. ഗോൾ പോസ്റ്റിനെ ഇരുന്ന സ്ഥലത്തുനിന്ന് മാറ്റി വെച്ചല്ലേ. നിന്റെ ചീറ്റിംഗ് കൂടുന്നുണ്ട്. റോബ്രട്ടോ ചീറ്റ് ചെയ്തിട്ട് എല്ലാവരും ബീറ്റ് ചെയ്യും. In front of Roberto, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വാൾ കാരണം ഒരു ഉപയോഗവുമില്ല. എന്റെ 3-in-1 കിക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. റോബർട്ടോ ചീറ്റ് ചെയ്തിട്ട് എല്ലാവരും ബീറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് സ്കോർ എത്രയായെന്ന് നോക്കാം. 15-0. അതായത് റോബ്രറ്റോയുടെ ടീം 15 ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നു. കീക്കോയുടെ ടീം 0 ആണ്. ഇനി അടുത്തത് ഹാഫ് ടൈമിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കിക്കോ ഇങ്ങോട്ട് നോക്ക്. റോബോട്ടിന്റെ ടീമിനെ കുറിച്ച് ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തതിന്റെ റിപ്പോർട്ടായത്. അവന്റെ ടീം എപ്പോഴും ചീറ്റിംഗ് ചെയ്താണ് ജയിക്കുന്നത്. അത് മാത്രമല്ല, അവൻ ആ റെഫറിക്കും കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. റെഫറിയെ തന്റെ സൈഡിൽ വെച്ചാണ് അവൻ കളിക്കുന്നത്. അയ്യോ, ഓൾറെഡി അവന്മാരുടെ വണ്ടികൾ സൂപ്പർ പവറോട് കൂടിയാ കളിക്കുന്നത്. പോരാത്തതിന് റെഫറി അവർക്ക് സപ്പോർട്ടാ. ഈ മാച്ചിൽ ഒരിക്കലും നമുക്ക് ജയിക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. കീക്കോ, ഞാൻ ആലോചിക്കുന്നതാണോ നീയും ആലോചിക്കുന്നത്? അതെ സൂപ്പർ സ്പീഡോ, റോബ്രറ്റോയുടെ ടീം കാർ സൂപ്പർ പവേഴ്സ് യൂസ് ചെയ്യാണ്. അവരോട് ഏറ്റുമുട്ടണമെങ്കിൽ നീയും നിന്റെ സൂപ്പർ പവേഴ്സ് യൂസ് ചെയ്തേ പറ്റൂ. ഈ തീരുമാനത്തെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ബ്രില്ലിയന്റ്. കറക്റ്റ്. ഞാൻ എന്റെ സൂപ്പർ പവർ യൂസ് ചെയ്തിട്ട് അവരുടെ ചീറ്റിംഗിന് മാത്രം തിരിച്ചടി നൽകാൻ പോവുകയാണ്. ശരിയാണ് സൂപ്പർ സ്പീഡോ. ഈ മാച്ചിൽ വിൻ ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് സൺസിറ്റിയിൽ ഒരു പുതിയ സ്കൂൾ തുറക്കണം. അതുകൊണ്ട് നിന്റെ സൂപ്പർ പവർ യൂസ് ചെയ്തേ പറ്റൂ. ആദ്യം ഫോർമുല നമ്പർ 554 അപ്ലൈ ചെയ്യ്. നമ്മുടെ ടീമിന്റെ കാറിനെ റിപ്പയർ ചെയ്യ്.
എടാ കുട്ടികളെ, എന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു പ്ലാനും വർക്കൗട്ട് ആവില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക്. കാരണം അറിയോ, റോബർട്ടോ ചീറ്റ് ചെയ്തിട്ട് എല്ലാവരെയും ബീറ്റ് ചെയ്യും. വേഗം സൂപ്പർ സ്പീഡോ, ഇത്തവണ അവർക്കൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ. ഫോർമുല നമ്പർ 63. യെസ് ഡൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 63. ഗോൾ! കീക്കോയും അവന്റെ ടീമും ആദ്യമായിട്ട് ഒരു സൂപ്പർ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇതാ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഓൺലി 1 ഗോൾ. അതിനാണ് അത്രയ്ക്ക് സന്തോഷിക്കുന്നത്. ഞങ്ങളെ നോക്ക്, ഞങ്ങള് 15 ഗോൾ അടിച്ചിരിക്കുന്നത്. ഗോൾ 15 ആയാലും 50 ആയാലും ശരി, ആരംഭം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗോളിൽ നിന്നല്ലേ തുടങ്ങുന്നത്. You are right, but wrong also. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 30. ഓപ്പോസിറ്റ് ടീം തുടർന്ന് ഫൗൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഫറി ആകട്ടെ അതൊട്ടും ശ്രദ്ധിക്കുന്നുമില്ല. കണ്ണും തുറന്നു വെച്ച് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. നീ പറഞ്ഞത് ശരിയാണ് സൂപ്പർ സ്പീഡോ. ആ റെഫറിയുടെ കണ്ണ് തുറപ്പിക്കാനായിട്ട് ബോളിനെ അവിടുന്ന് മാറ്റി ഗോൾ പോസ്റ്റിൽ ഇടാൻ വേണ്ടി ഫോർമുല നമ്പർ 95 ആക്ടിവേറ്റ് ചെയ്തേ പറ്റൂ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഫോർമുല നമ്പർ 95 ആക്ടിവേറ്റ് ചെയ്തിട്ട് ബോളിന്റെ പുറത്ത് റൈസ് ലെയർ തന്നേക്കാം. ഫ്ലെയിം വാനിന്റെ ഫ്ലെയിം അതിൽ കൊള്ളുമ്പോൾ ബോളും ശരി, റഫറിയുടെ മൈൻഡും ശരി, രണ്ടും ശരിയാവും. ഓഹോ, എന്റെ 10 വർഷത്തെ കരിയറിൽ ഒരു റെഫറി തന്നെ ഗോൾ അടിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മൊത്തത്തിൽ ഈ ഗോളും ചേർത്ത് സ്കോർ എത്രയായെന്ന് അറിയാമോ? കീക്കോയുടെ ടീം 2 ഗോളും റോബർട്ടോയുടെ ടീം 15 ഗോളും അടിച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങളെ എല്ലാവരെയും എന്റെ SUV ഹോൺ ഉപയോഗിച്ച് ഒന്ന് കളിപ്പിക്കാൻ പോവാണ്. നോക്കിക്കോ. സൂപ്പർ സ്പീഡോ, ഹോൺ വെച്ച് ഷൂട്ട് ചെയ്ത് ഗോൾ അടിക്കുന്നതിന് മുമ്പ് ഫോർമുല നമ്പർ 666 അപ്ലൈ ചെയ്യേ. അൾട്ടിമേറ്റ് ഐഡിയ കീക്കോ. ഫോർമുല നമ്പർ 666 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ എന്നെ സ്വയം മാഗ്നറ്റൈസ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ ടീമും എന്റെ മേ തൊട്ടിപ്പിടിച്ചിരിക്കും. Now you see my power. റോബർട്ടോ ചീറ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാവരും ബീറ്റ് ചെയ്യും. നമ്മൾ എല്ലാവരും സൂപ്പർ സ്പീഡോയെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യ. അവര് നമ്മളെ ചുറ്റി വളച്ചിരിക്കുകയാണ് സൂപ്പർ സ്പീഡോ. വേഗം ബോൾ മേയർ അങ്കിളിന് പാസ് ചെയ്യേ. ഇപ്പോ ഈ മാച്ച്
മാച്ചിൽ ഇനി 30 സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. വരാൻ പോകുന്ന ഈ 30 സെക്കൻഡ്സിൽ ഏത് ടീം സ്കോർ ചെയ്യുന്നുവോ അവരായിരിക്കും ഈ മാച്ചിന്റെ വിന്നർ. ഏതായാലും ശ്രദ്ധിച്ചു നോക്ക്, കിക്കോയുടെ ടീമാണോ ജയിക്കുന്നത് അല്ലെങ്കിൽ റോബർട്ടിന്റെ ടീമാണോ എന്ന് നോക്കാം. ഫുൾ റഫ് ആൻഡ് ടഫ് ഗെയിം കളിക്ക്. എതിരിൽ ആര് വന്നാലും ശരി അവനെ അങ്ങ് തട്ടി തെറിപ്പിച്ചേക്ക്. ഫൈനൽ ഗോൾ അത് ഞാനാണ് അടിക്കാൻ പോകുന്നത്. റോബർട്ടോ ചീറ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാവരും ബീറ്റ് ചെയ്യും. കിക്കോ, നിന്റെ ടീമിലുള്ള ബാക്കി പ്ലേയേഴ്സിന്റെ കഥ അത്രയുള്ളൂ. ഇപ്പൊ നീയും എന്നോട് സോറി പറഞ്ഞേക്ക്. വന്ന വഴിക്ക് തന്നെ തിരിച്ചോടിക്കോ. ഇനി 10 സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ സൂപ്പർ സ്പീഡോ. Everyone back, back, come on, come on. എല്ലാവരും ഡിഫൻസീവ് മോഡിൽ നിൽക്ക്. വേഗം വേഗം. സൂപ്പർ സ്പീഡോ വേഗം ഫോർമുല നമ്പർ 82 84 ഡി ബീറ്റ യൂസ് ചെയ്യ. സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യ. Okay bro, I will do my best. കിക്കോ പിന്നെ സൂപ്പർ സ്പീഡോയുടെ ക്യാപ്റ്റൻഷിപ്പിൽ ടീം സൺ സിറ്റി ഈ കാർ സോക്കർ ടൂർണമെന്റിൽ ജയിച്ചിരിക്കുന്നു. അവർക്ക് ഈ ട്രോഫി മാത്രമല്ല അതോടൊപ്പം ക്യാഷ് പ്രൈസും ലഭിക്കാൻ പോവുകയാണ്. അങ്കിൾ, എനിക്കൊരു അനൗൺസ്മെന്റ് ചെയ്യാനുണ്ട്. ഈ മാച്ചിൽ കൂടി ഞങ്ങൾക്ക് കിട്ടിയ പ്രൈസ് മണി വെച്ച് ഞങ്ങൾ സൺ സിറ്റിയിൽ ഒരു പുതിയ സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവിടെ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ നൽകാൻ പോവാ. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർക്കും പഠിക്കാൻ പറ്റാത്തവർക്കും ഇവിടെ വന്ന് ധാരാളമായിട്ട് പഠിക്കാം. And 3 cheers for my team. Hip hip hooray! Hip hip hooray! Hip hip hooray! ഇവിടെയുള്ള എല്ലാ ടോയ്സിനെയും ആരാ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നേ? Toys, let's play with the boys. നോക്കൂ മിസ്റ്റർ, നീ ആരാണ്? നിനക്കിപ്പോ എന്താണ് വേണ്ടത്? I am the great toy man. എനിക്കിപ്പോ ആവശ്യമുള്ളത് വളരെ ചെറിയൊരു കാര്യമാണ്. എന്താണത്? ഞാൻ എന്റെ ഈ ഡെഡ്ലി ടോയ്സ് വെച്ച് ഈ ലോകത്തെ തന്നെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ടോയ് ഫാക്ടറിയിലെ ടോയ്സ് എല്ലാം അമേസിംഗ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഡോഡോ? അടിപൊളിയായിട്ടുണ്ട്, കലക്കി. എല്ലാ ടോയ്സിന്റെ കൂടെ ഒരുപാട് നേരം കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നും കഴിക്കാതെ. ആഹാരമൊന്നും കഴിക്കാതെ ഈ ടോയ്സ് വെച്ച് കളിക്കാമെന്ന് ഡോഡോ പറയുന്നുണ്ടെങ്കിൽ അതിനെന്താ അർത്ഥം എന്നറിയാലോ? ഈ ടോയ്സ് എല്ലാം ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ അമേസിംഗ്. സൺ സിറ്റിയിലെ ഈ ടോയ് കാർ ഫാക്ടറിയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഈ ടോയ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഡാമേജ് ആവില്ല. കുട്ടികൾക്ക് ഇത് വെച്ച് എങ്ങനെ വേണമെങ്കിലും കളിക്കാം. ഞാനൊരു ഡെമോ കാണിക്കാം. അയ്യോ, ഈ ടോയ്സ് ഏത് മെറ്റൽ വെച്ചാ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നേ? ആ ടോയിൽ വന്ന് കൊണ്ടതും എന്റെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സ്പാനർ പീസായി പോയല്ലോ.
ഈ കാറിൽ ഒരു ചെറിയ സ്ക്രാച്ച് പോലും ആയിട്ടില്ല. കാരണം ഈ ടോയ്സ് ഒരു സ്പെഷ്യൽ മെറ്റൽ വെച്ചാ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ എല്ലാ ടോയ്സും വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഇതുപോലുള്ള ടോയ്സിനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. സാധാരണ അടിപൊളിയല്ല, സൂപ്പർ അടിപൊളി, സൂപ്പർ ഡൂപ്പർ അടിപൊളി. എന്തായാലും ഞാനിപ്പോ വളരെ സൂപ്പർ ഡൂപ്പർ ആയ നട്ട്സ് കഴിച്ചോട്ടെ. ഇത്തരം സൂപ്പർ ക്വാളിറ്റി ടോയ്സിന് നമ്മൾ സൺസിറ്റിക്ക് പുറത്ത് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സൺസിറ്റിക്ക് ഒരുപാട് കാശും കിട്ടും, ഒരുപാട് സമ്പാദിക്കുകയും ചെയ്യാം. ടോണിയുടെ പഞ്ചിന് മുന്നിൽ വലിയ വലിയ ആളുകൾ പോലും ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ ഈ ചിണ്ടുവിന്റെ ടോയ്സ് ഒന്നിനും പറ്റില്ല. കാര്യറിയത് ചുമ്മാ കലബിലാന്ന് സംസാരിക്കരുത്. ഇപ്പൊ ഞാൻ റാഡിഷ് കഴിക്കാൻ പോവാ. പക്ഷെ എനിക്ക് ക്യാരറ്റ് ആണ് ഇഷ്ടം. ഞാനത് തിന്നുന്നതിൽ നിനക്കെന്താടാ പ്രശ്നം? ടോണി, ചെറിയ കാര്യത്തിന് മറ്റുള്ളവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് വലിയ തെറ്റാണ്. ഇക്കോ, ഇന്ന് ഞാൻ നിനക്ക് എന്റെ പഞ്ചിങ് പവർ എന്താണെന്ന് കാണിച്ചു തരാം. ഓ വാവ്, ഈ ഫൈറ്റർ ടോയ്സിനെ കാണാൻ വളരെ റിയൽ ആയിട്ടുണ്ടല്ലോ. അതെ അതെ, റിയലിനെക്കാളും വളരെ സൂപ്പർ റിയൽ, വെരി വെരി റിയൽ. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. ആണോ? അപ്പൊ എന്റെ ഈ പഞ്ചിങ് പവർ ഉപയോഗിച്ച് അവരെ അൺറിയൽ ആക്കി കാണിച്ചു തരാം. ഷെടാ, ഇതെന്താ? ഈ ഫൈറ്റർ ടോയ്സ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആയത്? R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. അതായത് ഈ ടോയ്സ് ഡേഞ്ചർ ആണ്. എന്റെ ദൈവമേ, ഈ ടോയ്സിനെ നമ്മളിപ്പോ ചെയ്യേണ്ടത് ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ സ്റ്റോപ്പ്. എനിക്ക് തോന്നുന്നത് ടോയ്സിന്റെ ആർമി അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണെന്നാ തോന്നുന്നത്. മമ്മി, രക്ഷിക്കണേ. എന്റെ കുട്ടികളെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ ഞാൻ അത് കണ്ട് നോക്കി നിൽക്കില്ല. ഞാൻ അവരെ വെടിവെച്ച് കൊല്ലും, കേട്ടോ? കാലക്ക് സാറേ, എന്തൊരു പഞ്ച് ഡയലോഗാ പറഞ്ഞത്. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്യട്ടെ. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫൈറ്റർ കമാൻഡോ ടോയ്സും എങ്ങോട്ടാ പോയത്? കാണാൻ അവര് വെറും ടോയ്സ് ആണ്, പക്ഷെ അവരുടെ കിക്കിന്റെ പവർ വളരെ റിയൽ ആണ്. അതിനിടയ്ക്ക് അവർ എങ്ങോട്ടാ പോയത്? ഈ ഫൈറ്റർ ടോയ്സ് എന്നെ വീണ്ടും വീണ്ടും ബാക്ക് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു കിക്കിന്റെ കൂടെ ചേർത്ത് ട്രിക്കും വർക്കൗട്ട് ചെയ്യണമെന്നാ. ഇനി ഇവരുമായിട്ട് ഏറ്റുമുട്ടാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
സൂപ്പർ സ്പീഡോ, ഡെഡ്ലി ടോയ് സൺസിറ്റി അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുക. നമുക്ക് ഉടൻ തന്നെ സൺസിറ്റിയെ രക്ഷിച്ചേ പറ്റൂ. കമോൺ കീക്കോ, കുട്ടികൾക്കുള്ള ടോയ്സിനെ കണ്ട് നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ അവരെല്ലാവരെയും വകവരുത്താം. അവരെല്ലാവരും ചേർന്ന് എന്നെ വകവരുത്തി കളഞ്ഞു. സൂപ്പർ സ്പീഡോ, ജെറ്റ് സ്പീഡ് ഓൺ ചെയ്ത് ഇവിടുന്ന് പോയേക്ക്. ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമുക്ക് പോകുന്ന വഴിയിൽ ആലോചിക്കാം. യു ആർ റൈറ്റ് കീക്കോ. ലെറ്റ് മീ ആക്ടിവേറ്റ് മൈ ജെറ്റ് സ്പീഡ്. കീക്കോ, ആ ടാങ്ക്സ് നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? വേഗം ഒരു ഐഡിയ പറയൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 69. ഓക്കെ ബഡി, ഫോർമുല 69 ആക്ടിവേറ്റ് ചെയ്തിട്ട് അവർക്കൊരു നല്ല തിരിച്ചടി ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. അവരുടെ ബുള്ളറ്റ് വളരെ ചെറുതുമാണ്, മാത്രമല്ല ഹൈ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കീക്കോ, അവർ നമ്മളെ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് വളരെ പ്രയാസമാണ്. കീക്കോ, ഈ ടോയ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്തേ പറ്റൂ. നീ പറയുന്നത് ശരിയാ സൂപ്പർ സ്പീഡോ. ആദ്യം നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. നമ്മൾ രണ്ട് സൈഡിൽ നിന്നും അവർ ചുറ്റി വളച്ചിരിക്കുകയാണ്. കീക്കോ, വേഗം പറ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ടോയ്സ് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കീക്കോ, വേഗം ഒരു ഐഡിയ പറയൂ. കീക്കോ, ഈ അവസ്ഥയിൽ എനിക്ക് അങ്ങോട്ട് ഓടാൻ പോലും പറ്റില്ല. എഞ്ചിൻ സ്റ്റാർട്ടാകാൻ ഇനിയും കുറച്ച് സമയം പിടിക്കുമെന്ന് തോന്നുന്നു. ആ, നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 245. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. ഇപ്പൊ നോക്കിക്കോ, ഞാൻ എന്റെ വാക്യൂം ക്ലീനർ വെച്ച് അവരെ ഞാൻ ഒറ്റയടിക്ക് ക്ലീൻ ആക്കും. ഓരോരുത്തരെയും ഞാൻ പീസാക്കി വലിച്ചെറിയും. ഇപ്പൊ പറയൂ, ആരെങ്കിലും അവിടെ ബാക്കിയുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വാടാ. ഇത് എന്താ പറ്റിയത്? കീക്കോ, ഏത് ഫൈറ്റർ കമാൻഡോ ടോയ്സിനെ വാക്യൂം ക്ലീനർ വഴി അകത്തോട്ട് വലിച്ചെടുത്തില്ലേ? അവരകത്ത് ചെന്നിട്ട് എന്റെ മെഷീൻ പാർട്സിനെയൊക്കെ പീസാക്കി വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കൂ, എന്തെങ്കിലും ചെയ്യൂ കീക്കോ. വേഗം, അതിവേഗം R7ലേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഇവിടെയുള്ള എല്ലാ ടോയ്സിനെയും ആരാ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നേ? Toys, let's play with the boys. നോക്കൂ മിസ്റ്റർ, നീ ആരാണ്? നിനക്കിപ്പോ എന്താണ് വേണ്ടത്? I am the great toy man. എനിക്കിപ്പോ ആവശ്യമുള്ളത് വളരെ ചെറിയൊരു കാര്യമാണ്. എന്താണത്? ഞാൻ എന്റെ ഈ ഡെഡ്ലി ടോയ്സ് വെച്ച് ഈ ലോകത്തെ തന്നെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ നിനക്കൊരു വിരോധമില്ലെന്ന് ഞാൻ കരുതുന്നു. നോക്കൂ ടോയ്മാൻ, നിന്റെ ടോയ്സിനെ വെച്ച് ഈ ലോകത്തെ ഭരിക്കാൻ ശ്രമിക്കുന്നത് വളരെ വലിയ തെറ്റാ. പക്ഷെ എനിക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വളരെ സന്തോഷം തോന്നുന്നത്. എനിക്കിപ്പോൾ തോന്നുന്നത് ടോയ്മാനും നീയും ഏറ്റുമുട്ടുന്നത് ഞാൻ കണ്ട് രസിക്കണം. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്.
ടോയ്മാൻ തന്റെ ടോയ്സിനെ ഹെലികോപ്റ്ററിലെ കൺസോൾ വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഞാൻ അവന്റെ ഹെലികോപ്റ്ററിനെ നശിപ്പിക്കണം. എടാ കൊച്ചു ചെക്ക, ഇത് നീ വീട്ടിൽ മുഖം നോക്കുന്ന സാധാരണ കണ്ണാടി അല്ല. നീ ഇങ്ങനെ ചാടി ചവിട്ടിയാൽ ഈ കണ്ണാടിയൊക്കെ പീസ് ആകുമെന്ന് കരുതിയോ? ഇത് ഞാൻ തയ്യാറാക്കിയ അൾട്ടിമേറ്റ് സ്ട്രോങ് ഗ്ലാസ് കവർ. ഇത് നിന്നെ പോലെ ചെറിയ കൊച്ചു ചെറുക്കൻ മാത്രമല്ല, വലിയ ആനകൾ ചവിട്ടിയാലും ഒന്നും സംഭവിക്കില്ല. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്. എടാ കൊച്ചു ചെറുക്ക, വീട്ടിൽ നീ ചാടി ചവിട്ടുന്നതിന് മുമ്പ് ഒന്ന് അല്പം തിരിഞ്ഞു നോക്ക്. ഇനി എന്തെങ്കിലും ഗുലുമാലി നീ ഒപ്പിച്ചാലുണ്ടല്ലോ, അവിടെ തൂങ്ങിക്കിടക്കുന്ന നിന്റെ ഫ്രണ്ട്സിനെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്. ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി സറണ്ടർ ആയതുപോലെ അഭിനയിച്ചേ പറ്റൂ. ഇവരെല്ലാവരെയും സൺ സിറ്റിയിലുള്ള സേഫ് ആയ ഒരു ജയിലിൽ കൊണ്ടുപോയി ഇട്ടേക്ക്. ടോട്ടൽ ലോകവും ഞാൻ ഭരിക്കാൻ പോവുകയാണ്. പക്ഷേ അതിന് എനിക്ക് സൺ സിറ്റിയുടെ ലേറ്റസ്റ്റ് ടോയ് ഫാക്ടറിയിലേക്ക് ചെന്ന് എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ ജോലി തുടങ്ങണം. ടോയ് മാൻ്റെ ടോയ്സ്, അത് വെച്ച് ഞാൻ എല്ലാവരെയും ഡിസ്ട്രോയ് ചെയ്യും. ആ ടോയ്സ് മാൻ മുഴുവൻ സൺസിറ്റിയെയും അവന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്. ആ ടോയ്മാൻ ആ ടോയ് ഫാക്ടറിയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതന്നെയാണ് ഞാനും ആലോചിക്കുന്നേ. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തണം. അതായത് നമ്മളിപ്പോ ചെയ്യുന്ന കാര്യത്തെ അതിനെ 2 വാക്കിൽ പറയണമെങ്കിൽ സ്മാർട്ട് പ്ലാനിങ്. ഒരു ഐഡിയ ഉണ്ട്. സൂപ്പർ സ്പീഡോ, നീ ടോയ് ഷേപ്പിൽ പുറത്തേക്ക് വന്നേക്ക്. അങ്ങനെയാവുമ്പോ ഈ ഫൈറ്റർ ടോയ്സ് നിന്റെ അകത്ത് പോയി പ്രശ്നമുണ്ടാക്കില്ല. No problem, Kiko. I am ready. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നീ വളരെ സൈലന്റ് ആയിട്ട് സെല്ലിന് പുറത്തുള്ള ആ ലോക്കിനെ നിന്റെ ലേസർ ബീം വെച്ച് കട്ട് ചെയ്തേക്ക്. എന്നിട്ട് ആ ടോയ്സിന്റെ ശ്രദ്ധയൊന്ന് മാറ്റ്. അതിനിടയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് എസ്കേപ്പ് ആയേക്കാം. ഓക്കെ? യെസ് ബ്രോ, കാര്യം കഴിഞ്ഞു എന്ന് വിചാരിച്ചോ? സോറി. ഡോഡോ, ട്വിങ്കിൾ, നിങ്ങൾ എല്ലാവരെയും സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോ. ഞാൻ ചെന്ന് സൂപ്പർ സ്പീഡോയെ സഹായിക്കാം. ടോയ്സിന്റെ അറ്റാക്കിൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്റെ ലേസർ ബീം കാരണം അവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഏതായാലും ഒരുപക്ഷെ സ്കാൻ ചെയ്ത് നോക്കിയേക്കാം. ഇവരെ ഏത് മറ്റേത് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് അറിയാലോ. ഓ നോ, കീക്കോയുടെ കമന്റ്സ് ഇല്ലാതെ എനിക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. കീക്കോ, താങ്ക് യു പാർട്ട്ണർ. നീ എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നത് സൂപ്പർ സ്പീഡോ?
ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം എന്നെ താഴെ വീഴാതെ നീ സേഫ് ആയിട്ട് രക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 62 അപ്ലൈ ചെയ്തിട്ട് നിന്റെ റിയൽ ഷേപ്പിലേക്ക് വന്നേക്ക്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഓക്കെ ബഡി. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പേടിച്ചോടില്ല. ആ ടോയ്സ് നമ്മളെ കണ്ട് പേടിച്ചോട് നോക്കിയോ. ഞാൻ ആ ടോയ്സിന് സ്കാൻ ചെയ്ത ഒരു കാര്യം കണ്ടെത്തി. അവയെല്ലാം ടൈറ്റാനിയം മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അൾട്രാസോണിക് ബീം യൂസ് ചെയ്ത് ഫ്യൂ സെക്കൻഡിൽ അതിന് തകർത്തേക്കാം. നൗ ഇറ്റ്സ് ടൈം ഫോർ പ്ലേ ബാക്ക്. ഓരോരുത്തരെയും ഞാൻ പീസാക്കാൻ പോവാ. അവസാനം ആ ഹെലികോപ്റ്ററും ഡാമേജ് ആയി. ശരി വാ, ഇപ്പൊ നമുക്ക് അകത്ത് ചെന്ന് ടോയ്മാനെ ശരിക്കൊരു പാഠം പഠിപ്പിക്കാം. നീ പറഞ്ഞത് ശരിയാണ് കീക്കോ. അവനെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ശരിയായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പറയണം. ടോയ്മാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ടോയ്മാൻ ഒരിക്കലും പേടിച്ചോടില്ല. അവൻ എല്ലാവരെയും ഓടിക്കും. ടോയ്മാന്റെ ടോയ്സ് വെച്ച് ആർക്കും കളിക്കാനാവില്ല. അത് മറ്റുള്ളവരെ കളിപ്പിക്കും ബുള്ളറ്റ്സുകൾ കൊണ്ട്. ദേ നോക്ക് ടോയ്മാൻ, ഞാൻ നിന്റെ എല്ലാ ടോയ്സിനെയും ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? മര്യാദയ്ക്ക് സറണ്ടർ ആവുന്നതാണ് നല്ലത്. ഓ നോ കിക്കോ, നീ എന്റെ എല്ലാ ടോയ്സും തകർത്ത് കളഞ്ഞോ? എന്നാ പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും? ഓ ഓ ഓ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. പേടിച്ചിട്ട് വിറയ്ക്കുകയാണ്. ജീവിതത്തിൽ ആരെങ്കിലും പേടിച്ചാൽ അവൻ അതോടെ മരിച്ചു പോയെന്നർത്ഥം. ടോയ്മാൻ ഏത് ടൈപ്പാന്ന് അറിയോ? ടോട്ടൽ ലോകത്തെയും ഭരിക്കാൻ പിറന്നവനാണ്. അവൻ തന്റെ ഈ പുതിയ ടോയ്സ് ഉപയോഗിച്ച് ടോട്ടൽ ലോകത്തെയും തന്റെ കയ്യിൽ കൊണ്ടുവരും. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്. ഡോണ്ട് വറി കീക്കോ, ഞാൻ ആ ടോയ്സിനെ അൾട്രാസോണിക് ബീം ഉപയോഗിച്ച് തകർത്തേക്കാം. ഈ ടോയ്സുകൾ എന്റെ പഴയ ടോയ്സിനേക്കാളും വളരെ സ്ട്രോങ് ആണ്. കാരണം ഈ ടോയ്സുകൾ ഇതൊക്കെ എന്റെ ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അവരെയൊന്നും നിന്റെ ഈ ഒരു അറ്റാക്കും ഡാമേജ് ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം, എന്റെ ടോയ്സ് അവര് ഫയർ ചെയ്യുന്ന ഓരോ ഫയറിങ്ങും നിങ്ങളെ പീസ് ആക്കും. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്. കീക്കോ, ഈ ഫൈറ്റർ കമാൻഡോ ടോയ്സ് വീണ്ടും എന്റെ സിസ്റ്റത്തിനകത്ത് നിന്ന് എന്നെ തകർക്കാൻ നോക്കുകയാണ്. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 55. ടോയ്മാനോട് ഏറ്റുമുട്ടാൻ വന്നവന്റെ ഗതികേട് കണ്ടില്ലേ? എന്റെ ടോയ്സിന്റെ അറ്റാക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടല്ലോ. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 090 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി. സൂപ്പർ സ്പീഡോ, ഇപ്പൊ നിന്നെ ഓട്ടോ റിപ്പയർ മോഡിലിട്ടിട്ട് ടോയ്മാനെ ഫോളോ ചെയ്യേ. ഓക്കെ ഓക്കെ ബഡി, ആക്ടിവേറ്റിംഗ് ഓട്ടോ റിപ്പയർ മോഡ്. അതിഭയങ്കര ബ്ലാസ്റ്റ് ഏർപ്പെടുത്തും. അതിനുശേഷം ഞാൻ ഈ സിറ്റിയെ മുഴുവനും സ്വന്തമാക്കും. കാരണം കയ്യിൽ കമ്പെടുക്കാതെ പശുവിൽ നിന്ന് പാല് കറക്കാനാവില്ല. ഇതൊരൽപ്പം പ്രശ്നം പിടിച്ച സൺസിറ്റിയാണ്. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്.
ഇങ്ങനെ പോയാൽ ടോയ്മാൻ ടോട്ടൽ സൺസിറ്റിയെയും നശിപ്പിക്കും. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 325. ഗ്രേറ്റ് ഐഡിയ ബഡി. ഫോർമുല 325 ആക്ടിവേറ്റ് ചെയ്തിട്ട് സൺസിറ്റി ടോട്ടലായി ഞാൻ ക്ലീൻ ചെയ്തേക്കാം. ഇപ്പൊ ആ ടോയ്മാൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 817 ആക്ടിവേറ്റ് ചെയ്ത് മിസൈൽ ഷൂട്ട് ചെയ്ത് ടോയ്മാന്റെ ഹെലികോപ്റ്റർ ഡിസ്ട്രോയ് ചെയ്യേ. ഹെലികോപ്റ്ററിൽ മാത്രമാണ് ഗ്ലാസ് ഇറ്റ് കവർ ചെയ്തിരിക്കുന്നത്. ഫാൻ കവർ ചെയ്തിട്ടില്ലല്ലോ. വേഗം ഫോർമുല നമ്പർ 444. ഓക്കെ ഡ്യൂഡ്, പക്ഷേ ഒരല്പം സൂക്ഷിച്ച് വേണം കളിക്കാൻ. ഓ നോ! എന്റെ ഹെലികോപ്റ്റർ! ഇനി ഞാൻ എന്റെ ടോയ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? നിന്നെ പോലെ ജഗജാല അഭ്യാസങ്ങൾ കാണിക്കുന്നവനെ എടുത്തിട്ട് ചവിട്ടി ജയിലിലിടുന്നതാണ് എന്റെ ജോലി. എന്ന് വെച്ചോ സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ഇക്കോ, പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങൾ വീണ്ടും ഇന്നൊരു കാര്യം തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടാളും ഇവിടെ ഉള്ളത് വരെ സൺസിറ്റി ആർക്കും ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. അത് ശരിയാണ് മേയർ അങ്കിൾ, ഞങ്ങൾ ഇവിടെ ഉള്ളത് വരെ നോ ടെൻഷൻ.